وأجهب شكر علينا ما دعاه لله. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل على رسولك وحبيبك سيدنا محمد وعلى آله وصحبه سيدنا محمد. اللهم إنا نسألك أن ترزق كل منا لسانا صادقا ذاكرا وقلبا خاشعا منيبا وعملا صالحا زكيا وعلما نافعا رافعا وإيمانا راسخا ثابتا ويقينا صادقا خالصا ورزقا حلالا طيبا واسعا يا أرحم الراحمين. أما بعد. ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ, സദസ്സിൽ സന്നിഹിതരായ പണ്ഡിത വരേണ്യന്മാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ മാന്യ പ്രവർത്തകർ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സഹോദര സമുദായത്തിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ വിശുദ്ധ ഇസ്ലാമിന്റെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. നല്ലവരായി ജീവിച്ച് നല്ലതു മാത്രം പ്രവർത്തിച്ച് നല്ലവരായി മരിച്ച് നല്ലവരോടുകൂടെ അള്ളാഹു നമ്മെയും നാം സ്നേഹിക്കുന്നവരെയും അവന്റെ സുഖലോക സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മഹത്തായ സദസ്സ്, 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കാൻ നാക്കുകൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും സഹകരിച്ച മുഴുവൻ സഹകാരികൾക്കും ഹൃദയങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും സന്തോഷവുമെല്ലാം അറിയുന്ന റബ്ബ് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. ഇസ്ലാം വിമോചനത്തിന്റെ നിത്യദർശനം എന്നതാണ് നമ്മുടെ പ്രമേയം. സ്വാഗത പ്രഭാഷണവും ഉദ്ഘാടകനുമെല്ലാം ഒറ്റവാക്കിൽ ഓർമ്മപ്പെടുത്തിയ പരിശുദ്ധമായ ഇസ്ലാം അതിന്ന് ഒരു പരിധിവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇന്നലെ വരെയും വളരെ സന്തോഷത്തോടുകൂടെയും പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെയും നോക്കിക്കണ്ടിരുന്ന പലരും സംശയത്തിന്റെ ദൃഷ്ടികളോടുകൂടെ ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ വ്യക്തികളെയും സമീപിക്കുന്നുണ്ട് എന്നത് നഗ്നമായ ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, നാം താമസിക്കുന്ന ഭാരതത്തിന്റെ മുക്കുമൂലകളിൽ, വിശിഷ്യ ആഗോളാടിസ്ഥാനങ്ങളിൽ ചിന്തിക്കുമ്പോൾ അവഗണനയുടെ ചാട്ടവാറടിയേറ്റ് കരിവാളിച്ച ഒരു സമുദായമായി മുസ്ലിം ഉമ്മത്ത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ആസാമിലും ഭിവണ്ടിയിലും ജാംഷഡ്പൂരിലും മൊറാദാബാദിലും ഭഗൽപൂരിലും കാശ്മീരിലും കാട്ടൂരിലുമെല്ലാം യാതനകളും വേദനകളും അനുഭവിച്ചത് ഒരു കാലഘട്ടത്തിന്റെ കാര്യമായിരുന്നു എങ്കിൽ ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ വരെ പ്രമോദ് മുത്തലക് എന്ന് പറയുന്ന ശിവസേനയുടെ വ്യക്തി മുസ്ലിം സമൂഹം സംഘടിതമായി ജീവിക്കുന്ന ഭൂപ്രദേശങ്ങളിൽ ചെന്ന് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുന്നതിന് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി ആസൂത്രിതമായി മുസ്ലിങ്ങളെ തകർക്കാനുള്ള ശ്രമം പിടിക്കപ്പെട്ടതും പത്രദ്വാരയും മറ്റു വിധേനയുമെല്ലാം നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത്. എന്തുപറ്റി ഈ സമുദായത്തിന്? ഇസ്ലാം വിമോചനത്തിന്റെ നിത്യദർശനം എന്ന ഒരു പ്രമേയം